ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അറ്റോമിയ ക്ലാസ്സസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് പെരിസൈക്ലിക് റിയാക്ഷൻസ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പെരിസൈക്ലിക് റിയാക്ഷൻസ്. എല്ലാ വർഷവും 2 ക്വസ്റ്റ്യൻ വീതം പെരിസൈക്ലിക് റിയാക്ഷനിൽ നിന്ന് ചോദിച്ച് കാണുന്നുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് സെഷനിലേക്ക് പോവാം. പെരിസൈക്ലിക് റിയാക്ഷൻസ് എന്താണ്? പെരിസൈക്ലിക് റിയാക്ഷൻസ് അല്ലേ, നമ്മൾ പല തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പെരിസൈക്ലിക് റിയാക്ഷൻസ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് പഠിച്ചെടുക്കാം. റൈറ്റ്, നോക്കാം. നമുക്ക് പെരിസൈക്ലിക് റിയാക്ഷൻ തുടങ്ങുമ്പോൾ എന്താണ് ഇവരുടെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി, എങ്ങനെയാണ് ഇവർ മറ്റുള്ള റിയാക്ഷനിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നത് എന്ന് നോക്കിക്കൊണ്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അതായത് ഇവരുടെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് പെരിസൈക്ലിക് റിയാക്ഷൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. റൈറ്റ്, നോക്കാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇവരൊരു കൺസേർട്ടഡ് റിയാക്ഷൻസ് ആയിരിക്കും. എന്താണ് കൺസേർട്ടഡ്? ഇവരൊരു കൺസേർട്ടഡ് റിയാക്ഷൻസ് ആണ് ഫോളോ ചെയ്യുക. എന്താണ് കൺസേർട്ടഡ് റിയാക്ഷൻസ്? പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട. എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റെപ്പിലായിരിക്കും ഇവരുടെ റിയാക്ഷൻസ് മുഴുവനും നടക്കുക. അതായത് ബോണ്ട് ബ്രേക്കിംഗ് ആയാലും ബോണ്ട് ഫോർമേഷൻ ആയാലും ഒറ്റ സ്റ്റെപ്പിൽ വിത്തൗട്ട് എനി ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നടക്കുന്ന റിയാക്ഷൻസിനെയാണ് കൺസേർട്ടഡ് റിയാക്ഷൻസ് എന്ന് നമ്മൾ പറയാം. അതായത് നമുക്കിങ്ങനെ പറയാം, ഇതെന്താണ്? സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻസ് ആണ്. സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻസ് ആണ്. അതായത് ഓൾ ടൈപ്പ് ഓഫ് ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് ബോണ്ട് ഫോർമേഷൻ takes place in എത്ര സ്റ്റെപ്പ്? സിംഗിൾ സ്റ്റെപ്പ്. ഫോർമേഷൻ takes place in സിംഗിൾ സ്റ്റെപ്പ്. അതായത് ഇൻ്റർമീഡിയറ്റ് ഫോർമേഷൻ ഉണ്ടാവുമോ? ഇല്ല. അതായത് നോ ഇൻ്റർമീഡിയറ്റ് ഫോർമേഷൻ. എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാവുന്ന ഇൻ്റർമീഡിയറ്റ്സ്? നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ കുറച്ച് ഇൻ്റർമീഡിയറ്റ്സിനൊക്കെ പഠിച്ചായിരുന്നു. ഏതൊക്കെയാണ്? കാർബോകാറ്റയോൺ ആവാം, കാർബാനയോൺ ആവാം, ഫ്രീ റാഡിക്കൽ ആവാം. ഇവരൊക്കെ എന്താണ്? ഇൻ്റർമീഡിയറ്റ്സ് ആണ്. അതേപോലെയുള്ള ഒരു ഇൻ്റർമീഡിയറ്റിൻ്റെ പ്രശ്നങ്ങളും ഇവിടെ വരുന്നില്ല. പെരിസൈക്ലിക് റിയാക്ഷൻസിൽ നിങ്ങൾക്ക് കാണപ്പെടുന്നില്ല. ഓക്കെ, ഫ്രീ റാഡിക്കൽസ് ഇങ്ങനെയുള്ള ആരുടെയും പ്രശ്നം തന്നെ നമുക്ക് പെരിസൈക്ലിക് റിയാക്ഷൻസിലില്ല. എല്ലാം സിംഗിൾ സ്റ്റെപ്പാണ്. റൈറ്റ്, ഇനി അടുത്തത് ഒരു കാര്യം കൊണ്ടുണ്ട്. നമുക്ക് കാറ്റലിസ്റ്റിൻ്റെ റിക്വയർമെൻറ്റും പെരിസൈക്ലിക് റിയാക്ഷൻസിൽ നമുക്ക് വേണ്ട ആവശ്യമില്ല. ദാറ്റ് മീൻസ് നോ കാറ്റലിസ്റ്റ് ഈസ് റിക്വയർഡ്. നമുക്ക് തെർമൽ കണ്ടീഷൻസോ അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻസോ ഉണ്ടെങ്കിൽ ഈ റിയാക്ഷൻസ് വളരെ ഈസി ആയിട്ട് എന്തും നടന്നുകൊള്ളും. ഓക്കെ, അതായത് തെർമലോ അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻസോ നമുക്ക് മതി. ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ HNU എന്ന് നമുക്ക് പറയാം. സോ എന്താണ്? കൺസേർട്ടഡ് റിയാക്ഷൻസ് ആണ്. ദെർ ആർ നോ ഇൻ്റർമീഡിയറ്റ്സ് ആൻഡ് നോ കാറ്റലിസ്റ്റ് റിക്വയർഡ്. 3 പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. ഇനി എത്ര ടൈപ്പ് പെരിസൈക്ലിക് റിയാക്ഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയണം. ടൈപ്സ് ഓഫ് പെരിസൈക്ലിക് റിയാക്ഷൻസ് നോക്കാം. ജനറലി നമ്മൾ 3 പെരിസൈക്ലിക് റിയാക്ഷൻസ് ആണ് കാണാൻ പോകുന്നത്. അതായത് ആദ്യത്തത് ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസ്. രണ്ടാമത്തത് സൈക്ലോ അഡിഷൻ റിയാക്ഷൻസ്. ആൻഡ് മൂന്നാമത്തത് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻറ്റ്സ്. എന്താണ്? സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻറ്റ്സ്. ഇതിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്. ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസ് ഉണ്ട്, സൈക്ലോ അഡിഷൻ റിയാക്ഷൻസ് ഉണ്ട്, അതേപോലെ എന്തുണ്ട്? സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സിഗ്മാട്രോപിക് ആണെങ്കിൽ 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻറ്റ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ക്ലെയ്സൺ റീഅറേഞ്ച്മെൻറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. കോപ്പ് റീഅറേഞ്ച്മെൻറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻറ്റ്സിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അതേപോലെ ഇലക്ട്രോ സൈക്ലിക് റിയാക്ഷൻസ് ആണെങ്കിലും സൈക്ലോ അഡിഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡൈൽസ്-ആൾഡർ റിയാക്ഷൻസ് എന്നൊക്കെ പറയുന്നത് ഒരു സൈക്ലോ അഡിഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിളാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി പഠിച്ചു പോകേണ്ടതുണ്ട്. അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൗ ടു ഐഡൻറ്റിഫൈ ദീസ് റിയാക്ഷൻസ്. നമുക്ക് കുറച്ച് റിയാക്ഷൻസ് തന്നിട്ടുണ്ടാവും.
നമുക്ക് അത് കാണുമ്പോൾ ഇവരൊക്കെ ഒരേപോലെയാണെന്ന് നമുക്ക് തോന്നും. അതായത് സിംഗിൾ സ്റ്റെപ്പിലാണല്ലോ നടക്കുന്നത്. അതായത് ഇവർ തന്നിരിക്കുന്ന റിയാക്ഷൻസ് ഇലക്ട്രോസൈക്ലിക് ആണോ പെരിസൈക്ലിക് ആണോ അല്ലെങ്കിൽ സിഗ്മാട്രോപിക് ആണോ എന്നുള്ളത് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതിനും വഴിയുണ്ട്. സോ നമുക്ക് അതാദ്യം നോക്കാം. അതായത് എങ്ങനെ നമ്മൾ തിരിച്ചറിയും ഒരു ഇലക്ട്രോസൈക്ലിക് ആണോ സൈക്ലോ അഡീഷൻ ആണോ അല്ലെങ്കിൽ സിഗ്മാട്രോപിക് ആണോ എന്നുള്ളത് നോക്കാം നമുക്ക്. സോ ഇങ്ങനൊരു റിയാക്ഷൻ തന്നു. ഞാനിപ്പോൾ എഴുതാം. ഇലക്ട്രോസൈക്ലിക് ആണെന്ന് വിചാരിക്കാം. ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസ്. സോ ഞാനൊരു ഇങ്ങനെ ഒരു കാര്യം വരയ്ക്കുകയാണ്. ഇങ്ങനെ ഞാൻ വരച്ചു, റൈറ്റ്? അതായത് ഇവരിവിടെ ഇലക്ട്രോസൈക്ലിക് ആണെന്നാണ് ഞാൻ പറയുന്നത്. ഇതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയാം. ഇങ്ങനെ വന്നു. ഇവിടെ ഇപ്പോൾ എത്ര പൈ ബോൺസ് ഉണ്ട്? പൈ ബോണ്ടാണ് ഉദ്ദേശിക്കുന്നത്. 3 പൈ ബോൺസ് അല്ലേ ഉള്ളത്? അതെ, 3 പൈ ബോൺസ്. ഇതിനെ ഞാൻ ഇലക്ട്രോസൈക്ലിക്കലി റിയാക്ട് ചെയ്തു. തെർമലിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെ എൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? എൻ്റെ പ്രൊഡക്റ്റ് ഇങ്ങനെ ആയിരിക്കത്തില്ലേ? അതായത് ഇവിടുന്ന് ഈ ഒരു ബോണ്ട് ഫോം ചെയ്തു. ആ ബോണ്ടാണ് ഇയാൾ ഫോം ചെയ്ത ബോണ്ടാണ് ഇത്. ഇവിടെ ഒരു പുതിയൊരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഈ പൈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റായി. ഈ ബോണ്ട് എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റായി. സോറി, ഇവിടെ ഇതേപോലെ ഇതും ഉണ്ടാവും അല്ലേ? സോറി, ഇവിടെ ഈ പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, റൈറ്റ്? അപ്പോൾ ഇങ്ങനെയാണ് കാര്യം. ഇവിടെ എത്ര പൈ ബോണ്ട് ഉണ്ട്? 2 പൈ ബോണ്ട് ഉണ്ട് അല്ലേ? 2 പൈ ബോണ്ട് ഉണ്ട്. സോ നമുക്ക് ഇങ്ങനെ തിരിച്ചറിയാം ഇവരുടെ. അതായത് ഇവരുടെ ഡെൽറ്റ പൈയോ അല്ലെങ്കിൽ ഡെൽറ്റ സിഗ്മയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ±1 ആയിരിക്കും. ±1 ആയിരിക്കും. അതായത് ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസിൽ ചേഞ്ച് ഇൻ പൈ ബോണ്ട് അത് ചിലപ്പോൾ ഫോം ചെയ്തതാവാം അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തതാവാം. അതെന്തായിരിക്കും? ±1 ആയിരിക്കും. നോക്കിയേ നിങ്ങൾ, ഇവിടെ 3 പൈ ബോൺസ് അല്ലേ ഉള്ളത്. ഇവിടെ എന്തായിരിക്കും? 2 പൈ ബോണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഇതൊരു ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അഗെയിൻ നിങ്ങൾക്ക് സിഗ്മ ബോണ്ട് നോക്കണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നോക്കാം. 1 2 3 4 5 സിഗ്മ ബോണ്ടാണ്. ഇവിടെ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? 6 സിഗ്മ ബോണ്ട് ഉണ്ട്. അഗെയിൻ സിഗ്മ ബോണ്ട് എന്തായിരിക്കും? ±1ൻ്റെ കോമ്പിനേഷൻ ആയിട്ടും വരും. നോക്കാം നമുക്ക്. ഇതിനെ നമുക്ക് വേറൊരു പേര് വിളിക്കാം. ഇതൊരു റിംഗ് ക്ലോസിങ് അല്ലേ? ഇവിടുന്ന് റിംഗ് ക്ലോസ് ആവുകയല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ വിളിക്കാം ഇലക്ട്രോസൈക്ലിക് റിംഗ് ക്ലോഷർ റിയാക്ഷൻസ്. ഇലക്ട്രോസൈക്ലിക് റിംഗ് ക്ലോഷർ റിയാക്ഷൻസ്. ഓക്കെ. ഇനി ഇതേപോലെ നമുക്ക് എന്തും പറയാം. ഇതേ കാര്യം എടുത്തിട്ടെ ഈ ഒരു സാധനത്തിന് ഇങ്ങനൊരു ഡൈനല്ലേ ഉള്ളത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? റിംഗ് ഓപ്പൺ ചെയ്തുകൂടെ? ഈ ബോണ്ട് ഇങ്ങോട്ട് വരട്ടെ, ഈ ബോണ്ട് ഇങ്ങോട്ട് വന്നോട്ടെ, ഈ പൈ ബോണ്ടിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും? നമുക്ക് നേരത്തെ പോലെ തന്നെയുള്ള പ്രൊഡക്റ്റ് കിട്ടും. അതായത് നേരെ ഓപ്പോസിറ്റ്. ഇങ്ങനെ വരത്തില്ലേ? റിംഗ് ഓപ്പണിംഗ് മെക്കാനിസം അല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ വിളിക്കും എന്ത്? ഇലക്ട്രോസൈക്ലിക് റിംഗ് ഓപ്പണിംഗ് റിയാക്ഷൻസ് എന്ന് നമുക്ക് വിളിക്കാം. റിംഗ് ഓപ്പണിംഗ് റിയാക്ഷൻസ് എന്ന് നമുക്കിതിനെ വിളിക്കാം. സോ ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് എന്തിലേക്ക് പോവാം? ഡൈസ് ആൾട്ടർ അല്ലെങ്കിൽ സൈക്ലോ അഡിഷൻ റിയാക്ഷൻസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് പറയാം. എന്താണ് സൈക്ലോ അഡിഷൻ റിയാക്ഷൻസ്? നമ്മുടെ സെക്കൻഡ് ആണ്. ഫസ്റ്റ് എന്താണ്? ഇലക്ട്രോസൈക്ലിക് ആണ്. സെക്കൻഡ് എന്താണ്? സൈക്ലോ അഡിഷൻ റിയാക്ഷൻസ്. നോക്കാം നമുക്ക്. സൈക്ലോ അഡിഷൻ റിയാക്ഷൻസിൻ്റെ ഒരു ഫേമസ് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞതുപോലെ ഡൈസ് ആൾട്ടർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഡൈസ് ആൾട്ടർ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഡൈസ് ആൾട്ടർ റിയാക്ഷൻസ്. ഇവിടെ ഇങ്ങനെ വരും. ഡൈസ് ആൾട്ടർ റിയാക്ഷനെ പറ്റിയിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി ഡെപ്തിൽ നമ്മൾ ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കണം. ഇപ്പം ഇതിൻ്റെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഇതാണ് ഡൈസ് ആൾട്ടർ റിയാക്ഷൻസ്. ഇവിടുന്ന് ഇയാൾ ഇങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യുന്നു, ഇയാൾ ഇങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യുന്നു. ഇവർ ഇവിടത്തേക്ക് ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ നമുക്ക് കിട്ടും അല്ലേ? ഇങ്ങനെ നമുക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടും. ഇവിടെ എത്ര പൈ ബോണ്ട് ഉണ്ട്? ഇവിടെ 3 പൈ ബോണ്ട് ഉണ്ട്. ഇവിടെ എത്ര പൈ ബോണ്ടാണുള്ളത്? 1 പൈ ബോണ്ടാണുള്ളത് അല്ലേ?
അതായത് ഇവരുടെ ഡിഫറൻസ് ഡെൽറ്റ പൈ എന്ന് പറയുന്നത് ഇവിടെ 3 പൈ ഇവിടെ 1 പൈ എന്തായിരിക്കും ഡിഫറൻസ് എന്തായിരിക്കും +or-2. അതായത് റിവേഴ്സ് റിയാക്ഷനാണ് നടക്കുന്നതെങ്കിൽ 2 പൈ ബോണ്ട് എന്ത് ചെയ്യും ആഡ് ചെയ്യപ്പെടും. അതേപോലെ ഡെൽറ്റ സിഗ്മയാണെങ്കിൽ എന്തായിരിക്കും +or-2. ഇവിടെ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട് 1 2 3 4 സിഗ്മ ബോണ്ട് ഉണ്ട്. അതേപോലെ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട് 6 സിഗ്മ ബോണ്ട് പ്രൊഡക്റ്റിലുണ്ട്. അതായത് ഡെൽറ്റ സിഗ്മ എന്തായിരിക്കും +or-2. അതായത് ഇലക്ട്രോസൈക്ലിക് ആണെങ്കിൽ +or-1 ആയിരിക്കും. സൈക്ലോ അഡിഷൻ റിയാക്ഷൻ ആണെങ്കിൽ +or-2 ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഇതിനെ നമ്മൾ ഡൈഈൻ എന്ന് വിളിക്കും. ഇതിനെന്ത് വിളിക്കും ഡൈഈനോഫൈൽ. അതായത് ഡൈയിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഡൈഈനോഫൈൽ എന്ന് വിളിക്കും. സോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡൈസാൾട്ടർ റിയാക്ഷൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതൊക്കെ പറ്റിയിട്ട്. സോ ഇത്രയുമാണ് ഇപ്പോൾ നമുക്ക് സൈക്ലോ അഡിഷൻ റിയാക്ഷനെ പറ്റി പറയാനുള്ളത്. അടുത്തത് എന്തായിരിക്കും സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻറ്റ്സ് ആണ്. സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻറ്റ്സ് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻറ്റ്സ് ആണ് അടുത്തൊരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ലെയ്സൺ റീഅറേഞ്ച്മെൻറ്റ്സ്, സ്കോപ്പ് റീഅറേഞ്ച്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻറ്റ്സിനുള്ള ഒരു എക്സാമ്പിളാണ്. അതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ നോക്കാം. ഇങ്ങനൊരു റിയാക്ഷനാണെന്ന് വിചാരിക്കാം. ഇത് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻറ്റിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇത് ഇങ്ങോട്ട് വരും, ഇതിങ്ങനെ വരും, ഇത് ഇങ്ങനെ വരും. ആദ്യം കാണുമ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ ആദ്യം ഉണ്ടാവും, പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള റിയാക്ഷൻസ് തന്നെയാണ് എല്ലാം തന്നെ. ഓക്കെ, ഇങ്ങനെ വരും. അതായത് ഇവിടെ എത്ര പൈ ബോണ്ട് ഉണ്ടായിരുന്നു 2 പൈ ബോണ്ട് അല്ലേ. ഇവിടെയോ 2 പൈ ബോണ്ട്. ഇവിടെ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട് 1 2 3 4 5 സിഗ്മ. ഇവിടെയോ 1 2 3 4 5 സിഗ്മ. അതായത് നിങ്ങളുടെ ഡെൽറ്റ സിഗ്മയും ഡെൽറ്റ പൈയും എത്ര തന്നെയാണ് = എത്രയാണ്. അതായത് ഇവരുടെ ബോണ്ടിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സും നമ്പർ ഓഫ് പൈ ബോണ്ട്സിൻ്റെയും എണ്ണത്തിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല. അതായത് ഇവിടെ നടക്കുന്നത് സിംപ്ലി റീഅറേഞ്ച്മെൻ്റ് ആണ്. ബോണ്ടിൻ്റെ റീഅറേഞ്ച്മെൻ്റ് ആണ് നടക്കുന്നത്. സിംപ്ലി ബോണ്ട് റീഅറേഞ്ച്മെൻറ്റ് ടേക്സ് പ്ലേസ്. റീഅറേഞ്ച്മെൻറ്റ് ടേക്സ് പ്ലേസ് സിംപ്ലി, ദാറ്റ്സ് ഇറ്റ്. അത്രയുമാണ് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻറ്റ്സിൽ നമുക്ക് മനസ്സിലാകും. അതായത് ഒരു റിയാക്ഷൻ കണ്ടാൽ ഇനി ഇലക്ട്രോസൈക്ലിക് ആണോ അല്ലെങ്കിൽ സൈക്ലോ അഡിഷൻ റിയാക്ഷൻ ആണോ അല്ലെങ്കിൽ സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻ്റ് ആണോ എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾസ് കുറച്ച് കാണാം. നോക്കൂ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. നോക്കുക എന്തായിരിക്കാം. ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യുക. നോക്കൂ, ഇവിടെ 3 പൈ ആണ്, ഇവിടെ 2 പൈ ആണ്. അതായത് ഡെൽറ്റ പൈ എത്രയാണ്? ഡെൽറ്റ പൈ = +or-1 അല്ലേ. ഡെൽറ്റ പൈ +or-1 എന്താണ്? ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇലക്ട്രോസൈക്ലിക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല റിയാക്ഷൻസ് തന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ എന്താണ് ഡെൽറ്റ പൈ ഇവിടെ എത്രയാണ്? 3 ഉണ്ട്. 1 2 3. ഇവിടെ വരുമ്പോഴേക്ക് 1 പൈ ബോണ്ട് വിച്ച് മീൻസ് +or-2 അല്ലേ. അതായത് -2 റൈറ്റ്. അപ്പോൾ ഇതെന്താണ്? സൈക്ലോ അഡിഷൻ റിയാക്ഷൻസ് അല്ലേ. സൈക്ലോ അഡിഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ എന്താണ്? ഇവിടെ എത്ര പൈ ബോണ്ട് ഉണ്ട്? 2 പൈ ബോണ്ട് 1 2. ഇവിടെ എന്താണ് 1 2. അതായത് ഡെൽറ്റ പൈ എത്രയാണ്? 0. സിഗ്മയും കൗണ്ട് ചെയ്താലും ഡെൽറ്റ സിഗ്മ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇതെന്തായിരിക്കും? സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും. സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻ്റ് ആയിരിക്കും. എളുപ്പത്തിൽ മനസ്സിലായില്ലേ? യെസ്. എന്നിരുന്നാലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇത്രയും എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ മേ ബി ചോദിക്കാം. എന്നാലും നമ്മളോട് മെയിനായിട്ട് ചോദിക്കുക നമുക്ക് ഡിറ്റർമൈനിങ് സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് ദി പ്രോഡക്റ്റ് ഫോംഡ്. അതായത് ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിതൊന്ന് കോംപ്ലിക്കേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഞാനൊരു CH3 ഉണ്ട് എന്ന് വിചാരിക്കാം. ഇവിടെ ഒരു CH3 ഉണ്ടെന്ന് വിചാരിക്കാം. അതേപോലെ ഇവിടെയും ഒരു CH3 ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഇപ്പോൾ എന്ത് ഹൈബ്രിഡൈസേഷനാണ്? sp3 ഹൈബ്രിഡൈസേഷനാണ് അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെയാണോ വരിക? ഈ CH3 ഇങ്ങനെയാണോ? അല്ലെങ്കിൽ ഈ CH3 ഇങ്ങനെയാണോ വരിക? അല്ലെങ്കിൽ തിരിച്ചാണോ? അല്ലെങ്കിൽ ഇതെന്താണ് ടുവേർഡ്സ് ദി ഒബ്സർവറായിട്ട് തന്നെയാണോ വരിക എന്നൊക്കെയുള്ള ഒരു ചോദ്യമുണ്ടാവും അല്ലേ. ഇതിനെയാണ് നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രി എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് മനസ്സിലാക്കുന്നത്. റൈറ്റ്. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡിറ്റർമൈനിങ് സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് ദി പ്രോഡക്റ്റ് ഫോംഡ്. ഓക്കെ,
അപ്പോൾ 3 കണ്ടീഷൻസാണ് നമുക്കിതിന് ആവശ്യമുള്ളത്. ആ കണ്ടീഷൻസ്, ആ കാര്യങ്ങൾ കിട്ടിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി കണ്ടുപിടിക്കാൻ പറ്റും. സോ ആദ്യത്തെ ആ ഒരു കാര്യങ്ങൾ ഞാൻ എഴുതുകയാണ്. അതായത് ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ദിസ് ഇസ് എക്സ്പ്ലെയിൻഡ് ബൈ എന്ത് തിയറിയാണ്? എക്സ്പ്ലെയിൻഡ് ബൈ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വുഡ്വേർഡ് ഹോഫ്മാൻ റൂൾ. എന്താണ് വുഡ്വേർഡ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ് കേട്ടോ. വുഡ്വേർഡ് ഹോഫ്മാൻ റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. അതായത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ ഫ്രോണ്ടിയർ മോളിക്കുലാർ ഓർബിറ്റൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്, FMO ഓർബിറ്റൽസ് എന്ന് നമ്മൾ പറയും, ഫ്രോണ്ടിയർ മോളിക്കുലാർ ഓർബിറ്റൽസ്. ഇനി ഇതും കേട്ടിട്ടില്ലെങ്കിൽ അടുത്ത പറയുന്ന ടേംസ് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും, ഫ്രോണ്ടിയർ മോളിക്കുലാർ ഓർബിറ്റൽസ്. ഫ്രോണ്ടിയർ മോളിക്കുലാർ ഏതൊക്കെയാണ് ഫ്രോണ്ടിയർ മോളിക്കുലാർ ഓർബിറ്റൽസ്? ഹോമോലൂമോ, യെസ്, ഹോമോലൂമോ എന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ, ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ, ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇവരെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റീരിയോ കെമിസ്ട്രി ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പറയുന്നത്. ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. ഇനി ലൂമോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ, ഇതാണ് ഹോമോ ലൂമോ. ഇനി ഞാൻ പറഞ്ഞതുപോലെ 3 കണ്ടീഷൻസ് നമുക്കറിയണം, അല്ലെങ്കിൽ 3 ക്രൈറ്റീരിയാസ് നമുക്ക് അറിഞ്ഞാലേ നമുക്ക് ഇതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതായത് 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്, 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. ആദ്യമായിട്ട് നമുക്ക് ഇത് എത്ര പൈ ഇലക്ട്രോൺസ് ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയണം. 2 പൈ ഇലക്ട്രോൺ സിസ്റ്റമാണ് നമുക്ക് അറിയേണ്ടത്. അതായത് ഐദർ ഇറ്റ് വിൽ ബി 4n π ഇലക്ട്രോൺ സിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും 4n+2 പൈ ഇലക്ട്രോൺ സിസ്റ്റം ആയിരിക്കും. ഒന്നുകിൽ ഇതെന്തായിരിക്കും 4n π സിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ 4n+2 പൈ ഇലക്ട്രോൺ സിസ്റ്റം ആയിരിക്കും. നിങ്ങൾ അരോമാറ്റിസിറ്റിയിൽ പഠിച്ചതുപോലെ ഇതാ നോക്കൂ, ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇവിടെ എത്രയുണ്ട്? 6 ഉണ്ട് അല്ലേ. ഇവിടെ എത്രയുണ്ട്? 4 ഉണ്ട്. അതായത് ഒന്നുകിൽ ഇതുവരെ എന്തായിരിക്കും 4n π സിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും 4n+2 പൈ ഇലക്ട്രോൺ സിസ്റ്റം ആയിരിക്കും. സോ ആദ്യത്തത് ഇത്ര മനസ്സിലായി. ഇനി രണ്ടാമത്തത് ഇതിൻ്റെ കണ്ടീഷൻസ് ആണ്. അതായത് ഈ റിയാക്ഷൻ നടക്കുന്നത്, ഞാൻ പറഞ്ഞു കാറ്റലിസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ ഒന്നുകിൽ ഇവരെന്തായിരിക്കും തെർമൽ കണ്ടീഷനിലായിരിക്കും, അല്ലെങ്കിൽ ഇവരെന്തായിരിക്കും ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻസിലായിരിക്കും. ഈ കണ്ടീഷനും നമുക്ക് മനസ്സിലാവും. ഒന്നുകിൽ ഇവരെന്തായിരിക്കും തെർമൽ കണ്ടീഷനായിരിക്കും, അല്ലെങ്കിൽ ഇവരെന്തായിരിക്കും ഫോട്ടോ കെമിക്കൽ കണ്ടീഷനായിരിക്കും. സോ ഇതൊന്നും വലിയ കാര്യമുള്ള ഒരു പോയിൻറ്റ്സ് ഒന്നുമല്ല, കാരണം ഇലക്ട്രോൺ സിസ്റ്റത്തിനെ നിങ്ങൾക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ ഏതാണ് കണ്ടീഷൻ, തെർമൽ ആണോ ഫോട്ടോ കെമിക്കൽ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അടുത്തത് ഒരു കാര്യം കൂടെയുണ്ട്, കോൺഫിഗറേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺഫിഗറേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം? സ്റ്റീരിയോ കെമിസ്ട്രി എന്താണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെത് കണ്ടുപിടിക്കാം, റൈറ്റ്? പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ടൊരു ഷോർട്ട് കട്ട് അങ്ങ് പറഞ്ഞു തരാം, ഓക്കെ? എന്നിട്ട് ആ ഷോർട്ട് കട്ട് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് തിയറി പറയുമ്പോൾ അതിനോട് റിലേറ്റ് ചെയ്തങ്ങ് പറയാം. തിയറി കുറച്ച് പറയാനുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നില്ലെങ്കിൽ ബോറായിട്ടോ അല്ലെങ്കിൽ കൺഫ്യൂഷനായിട്ടോ ഒക്കെ തോന്നാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഷോർട്ട് ട്രിക്കായിട്ട് ഇതൊന്ന് ആലോചിച്ച് വെക്കാം. ഷോർട്ട് ട്രിക്ക്, ഓക്കെ? എല്ലാവരും ഉപയോഗിക്കുന്ന ട്രിക്ക് തന്നെയാണ്. നോക്കൂ, ഇങ്ങനെ ആലോചിക്കുക. 4n π സിസ്റ്റം ആണെങ്കിൽ 2 കണ്ടീഷനിലേ നമുക്ക് ഉണ്ടാകുക, തെർമലും ഉണ്ടാവും, അതേപോലെ ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻസും ഉണ്ട്. ഇതാണെങ്കിൽ മക്കളെ കോൺ റൊട്ടേഷൻ. എന്താണ് കോൺ റൊട്ടേഷൻ, എന്താണ് ഡിസ്റൊട്ടേഷൻ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. കോൺ റൊട്ടേഷൻ എന്നാലോചിക്കുക. അതേപോലെ 4n+2 പൈ ഇലക്ട്രോൺ സിസ്റ്റം ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഡിസ്റൊട്ടേഷൻ. ഇതെന്തായിരിക്കും? കോൺ റൊട്ടേഷൻ. നോക്കൂ, ഇതിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. 4n തെർ കോൺ. എന്താണ് 4n തെർ കോൺ? 4n തെർ കോൺ എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. ബാക്കിയൊക്കെ ഈ ടേബിൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? 4n π തെർമൽ ആണെങ്കിൽ കോണാണ്, HNU ആണെങ്കിൽ എന്തായിരിക്കും? ഡിസ് ആണ്. 4n+2 ഇവിടെ കോണാണെങ്കിൽ ഇവിടെ ഡിസ്, ഇവിടെ ഡിസ് ആണെങ്കിൽ ഇവിടെ കോൺ.
അതായത് കോൺറൊട്ടേഷൻ ഡിസ്റൊട്ടേഷൻ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ഓക്കെ, കോൺറൊട്ടേഷൻ അതേപോലെ എന്തുണ്ടാവും, ഡിസ്റൊട്ടേഷൻ. ഇതാണ് മക്കളെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഈ ഇലക്ട്രോൺ സിസ്റ്റവും കണ്ടീഷൻ പറഞ്ഞാൽ നമുക്ക് ഇത് കോൺറൊട്ടേഷൻ ആണോ ഡിസ്റൊട്ടേഷൻ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റൈറ്റ്, അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് ഞാൻ ഇതിൻ്റെ തിയറി പറയാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, ഇതാണ് ഷോർട്ട് ട്രിക്ക്. ഓക്കെ, നമ്മൾ ആദ്യം 4n π സിസ്റ്റം എടുത്തിട്ട് ഇലക്ട്രോൺ സിസ്റ്റം എന്താണ്, 4n π സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. 4n π സിസ്റ്റം. അപ്പോൾ നോക്കാം, നമുക്ക് 4n π സിസ്റ്റത്തിലുള്ള ഒരു സിസ്റ്റം ഞാൻ വരച്ചാൽ ഇതെന്തായിരിക്കും, ദിസ് വിൽ ബി ദ ബ്യൂട്ടാഡൈൻ അല്ലേ. ബ്യൂട്ടാഡൈൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബ്യൂട്ടാഡൈൻ അല്ലേ, 1 2 3 4 1 3 ബ്യൂട്ടാഡൈൻ എന്നൊക്കെ പറയുന്ന കോമ്പൗണ്ടാണ്. ഇവിടെ നോക്കുക, ഈ പൈ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത് 4 അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് കാർബൺ കൊണ്ടല്ലേ. 4 അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് കാർബൺ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവും? 4 മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവത്തില്ലേ? 4 അറ്റോമിക് ഓർബിറ്റൽസ് ആണെങ്കിൽ എത്ര മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവും? 4 മോളിക്കുലാർ ഓർബിറ്റൽസും നമുക്കുണ്ടാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് വരച്ച് നോക്കാം. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമുക്ക് വരക്കാം. ഇങ്ങനെ, ഇതൊക്കെ ഇതിൻ്റെ വേവ് ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഇതേപോലെ ഞാൻ ഇതിനെ കോപ്പി ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെയും വരക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ 4 മോളിക്കുലാർ ഓർബിറ്റൽസ്. നോക്കാം നമുക്ക്. ആദ്യത്തേത്, ഇതിനെ ഞാൻ ψ1 എന്ന് വിളിക്കുന്നു, ഇതിനെ ψ2 എന്ന് വിളിക്കുന്നു, ഇതിനെ ഞാൻ ψ3, അതേപോലെ ഇതിനെ എന്ത് വിളിക്കുന്നു, ψ4 എന്ന് വിളിക്കുന്നു. നോക്കാം, ഇവിടെ ψ1ൽ ഇവിടെ എല്ലാം പ്ലസ് ആയിരിക്കും. എല്ലാം വേവ് ഫംഗ്ഷൻ്റെ നൊട്ടേഷൻസ് എന്തായിരിക്കും, പ്ലസ് ആയിരിക്കും. ഓക്കെ, ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. അതായത് നമ്പർ ഓഫ് നോഡ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് നോഡ്സ് ഇസ് ഈക്വൽ ടു n-1 ആണ്. എന്താണ് മക്കളെ? n-1. അതായത് ഇവിടെ ψ1 അല്ലേ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോഡ് എത്രയായിരിക്കും? നോഡിൻ്റെ എണ്ണം എത്രയായിരിക്കും? 0 ആയിരിക്കത്തില്ലേ? ഇവിടെ എത്രയായിരിക്കും നോഡിൻ്റെ എണ്ണം? നോഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് വരത്തില്ലേ? ഇവിടെയോ നോഡ് ഇസ് ഈക്വൽ ടു 2, ഇവിടെയോ നോഡ് ഇസ് ഈക്വൽ ടു 3. അതായത് ഇവിടെ 3 നോഡ് വരണം. അതായത് ഇവിടെ എല്ലാം എന്തായിരിക്കും, ബോണ്ടിങ്ങിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കില്ല, നോഡ് എത്രയായിരിക്കും? 0. ഇനി ഇവിടെയാണെങ്കിലോ, നോക്കിയാൽ നിങ്ങൾ പ്ലസ് കൊടുത്തു, ഞാൻ മൈനസ് പ്ലസ് ഇവിടെ കൊടുത്തു. അപ്പം ഇവിടെ എന്ത് വരും? ഒരു നോഡ് വരത്തില്ലേ? ഇവിടെ ഒരു നോഡ് ഞാനിവിടെ കൊണ്ടുവന്നു. ഇനി അതേപോലെ ഇവിടെ എത്ര നോഡ് വരണം? 2 നോഡ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ വരക്കാം. ഇവിടെ എത്ര നോഡായി? ഇപ്പോൾ ഇവിടെ ഒരു നോഡായി, അതേപോലെ ഇവിടെയും ഒരു നോഡായി. അതേപോലെ ഇവിടെയാണെങ്കിലോ, ഇവിടെ 3 നോഡ് വരക്കണം. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരച്ചാൽ പോരെ നമുക്ക്. ഇവിടെ ഒരു നോഡായി, ഇവിടെയും കൂടെ ഒരു നോഡായി, ഇവിടെയും ഒരു നോഡായി. അതായത് 3 നോഡ് നമുക്ക് വന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുക? ഇതിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കുക. അതായത് നമ്പർ ഓഫ് നോഡ്സ് എന്തായിരിക്കും? ഫോർ nth ഓർബിറ്റൽ നമുക്ക് എന്തായിരിക്കും? n-1 നോഡ് ഉണ്ടാവും. സോ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് വരച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഷോർട്ട് ട്രിക്ക് വഴി നമുക്കിതൊക്കെ കണ്ടുപിടിക്കാം. പക്ഷേ എങ്ങനെയാണ് ഇത് വന്നത് എന്നുള്ളത് നമുക്കറിയണം. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം നമുക്കറിയണം. നോക്കാം, ഇവിടെ വരയ്ക്കുമ്പോൾ നമ്മൾ ψ1, ψ2, ψ3, ψ4 ഒക്കെ വരച്ചു. അപ്പം നമ്മൾ ψ1 ഇങ്ങനെയല്ലേ നമ്മൾ വരച്ചത്? ഇങ്ങനെയാണ് ψ1 നമ്മൾ വരച്ചത്. നമുക്ക് എൻഡ് ഓർബിറ്റൽസ് മാത്രം മതി. അതായത് ഈ ഒരു കാര്യം നമുക്ക് ആവശ്യമില്ല. ψ1 ഞാൻ ഇങ്ങനെ വരച്ചു, ഇതാണ് ψ1. അതേപോലെ ψ2 നമ്മൾ ഇങ്ങനെ ആയിരിക്കും വരച്ചിട്ടുണ്ടാകുക. ψ2 പ്ലസ് ഇതിൻ്റെ സൈൻസ് നമ്മൾ ഇങ്ങനെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാകുക. അതേപോലെ ψ3യും ഇതായിരിക്കും. ഇത് ψ1 ആണ്, ഇതും അല്ലെങ്കിൽ ഇതെന്തായിരിക്കും? ψ3 ആയിരിക്കും. ഇതെന്തായിരിക്കും? ψ2 ആയിരിക്കും. ഇതെങ്ങനെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്? നോക്കിയേ നിങ്ങൾ, ഇത് തന്നെ അല്ലേന്ന്? ψ3 നോക്കിയേ, ഇതല്ലേ ψ3? പ്ലസ് 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 പ്ലസ്. ഇവിടെ ψ1 ആണെങ്കിലോ, ψ1 ആണെങ്കിൽ പ്ലസ് പ്ലസ്
സൈ ടു ആണെങ്കിൽ പ്ലസ് മൈനസ് എൻഡ് ഓർബിറ്റൽസ് ആണ് ഞാൻ പറയുന്നത്. അതായത് ഈവൺ നമ്പർ ആയിട്ടുള്ള മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇവരുടെ വേവ് ഫംഗ്ഷൻസ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഞാൻ പറയുന്നത് എൻഡ് ഓർബിറ്റൽസിൻ്റെയാണ് കേട്ടോ. വേവ് ഫംഗ്ഷൻസ് എന്തായിരിക്കും? അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻസിൻ്റെ സൈൻസ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അതേപോലെ ഇത് ഓഡ് നമ്പർ ആണെങ്കിൽ ഈ വേവ് ഫംഗ്ഷൻസിൻ്റെ സൈൻസ് എന്തായിരിക്കും? സൈൻസ് വിൽ ബി സെയിം. സൈൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമുക്കെപ്പോഴും ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യണം അല്ലേ? നോക്കിയേ നമ്മൾ ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ഇവിടെ ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. അതേപോലെ സിഗ്മ ട്രോപ്പിക്കിലാണെങ്കിലും ഇവിടുന്ന് ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. പിന്നെ ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസിൽ ഓൾറെഡി കണ്ടു, ഡൈസാൾട്ടറിലാണെങ്കിലും ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യണം. ഈ സിഗ്മ ബോണ്ട് വെറുതെ ഫോം ആവുമോ? ഇല്ല. എപ്പോഴാണ് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുക? ഒരു ഇൻ ഫേസ് ഓവർലാപ്പ് വരുമ്പോഴാണ് ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യപ്പെടുക. അതായത് നോക്കിക്കോളൂ, കണ്ടീഷൻ ഫോർ ഫോർമേഷൻ ഓഫ് സിഗ്മ ബോണ്ട് എപ്പോഴാണ് ഫോം ചെയ്യുക? സിഗ്മ ബോണ്ട് ഇൻ ഫേസ് ഓവർലാപ്പ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ? സിഗ്മ ബോണ്ടിൻ്റെ ഫോർമേഷൻ നടക്കത്തുള്ളൂ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഇത് പ്ലസും അല്ലേ? ഇതിനെങ്ങനെയാണ് നമ്മൾ ഓവർലാപ്പ് ചെയ്യുക? ഇത് ഇയാൾ ഇങ്ങോട്ട് കറങ്ങി, ഇയാൾ അതേപോലെ എങ്ങോട്ട് കറങ്ങണം? ഇങ്ങോട്ട് കറങ്ങണ്ടേ അല്ലേ? അതായത് ഒരാൾ ക്ലോക്ക് വൈസും ഇയാൾ എന്തായിരിക്കണം? ആൻറ്റി ക്ലോക്ക് വൈസും കറങ്ങിയാലല്ലേ ഈ പ്ലസും വരൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, ഞാനിവിടെ ഒന്നുകൂടെ വരയ്ക്കാം. നമ്മൾ Ψ1 Ψ3 ഓഡ് നമ്പറാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇതിങ്ങനെ പ്ലസ് മൈനസ് റൈറ്റ്. അതായത് ഒരാൾ ഇങ്ങോട്ട് കറങ്ങി, ഒരാൾ ഇങ്ങോട്ട് കറങ്ങി. അതായത് ഇയാൾ ക്ലോക്ക് വൈസ് ആണ്, ഇയാൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിഗ്മ ബോണ്ട് ഫോർമേഷൻ നടക്കത്തില്ലേ? നോക്കി, ഇവിടെ ഇങ്ങനെ വരും, ഇയാൾ ഇങ്ങനെ വരും അല്ലേ? നോക്കൂ, അപ്പോൾ ഈ പ്ലസ് ആണ്, ഇയാളുടെ പ്ലസ് ഞാൻ വേറൊരു കളർ കൊണ്ട് കാണിച്ചു തരാം. ഇൻ ഫേസ് ഓവർലാപ്പ് ആയല്ലോ. അതായത് ഇവർ രണ്ടുപേരും സെയിം സൈഡിലേക്കാണോ റൊട്ടേറ്റ് ചെയ്യുന്നത്? അല്ല, ഡിഫറൻറ്റ് സൈഡിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിളിക്കും മക്കളെ ഇതിനെ ഡിസ് റൊട്ടേഷൻ. എന്താണ്? ഡിസ് റൊട്ടേഷൻ എന്ന് നമ്മൾ വിളിക്കും. ഇനി അതേപോലെ Ψ2 Ψ3 നോക്കിയേ, Ψ2 Ψ4 ഒക്കെ ആണെങ്കിൽ ഇവരെന്തായിരിക്കും? ഓപ്പോസിറ്റ് അല്ലേ? യെസ്, Ψ2 ബാർ Ψ4 ഈവൺ നമ്പറുള്ള എല്ലാം തന്നെ. ഇവരുടെ ഓർബിറ്റൽസ് എന്താണ്? ഡിഫറൻറ്റ് സൈൻസ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് പ്ലസ് ഇവിടെയാണ് പ്ലസ്, ഇത് വെച്ച് വരയ്ക്കാം. പ്ലസ് ഇതാണ്, മൈനസ്. ഇതെങ്ങനെ കറങ്ങണം? ഇതിന് ഇൻ ഫേസ് ഓവർലാപ്പ് ആവണമെങ്കിൽ ഇയാളെ ഇങ്ങോട്ട് കറക്കണം, അതേപോലെ ഇയാളെ ഇങ്ങോട്ട് കറക്കണം അല്ലേ? അതായത് ഇയാളും ക്ലോക്ക് വൈസ് ആണ്, ഇയാളും എന്താണ്? ക്ലോക്ക് വൈസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെയും എന്ത് കിട്ടും? ഒരു ഇൻ ഫേസ് ഓവർലാപ്പ് കിട്ടും അല്ലേ? അതെ, പ്ലസ്, അതേപോലെ ഇവിടെയും പ്ലസ്. ഇതിനെയാണ് മക്കളെ നമ്മൾ വിളിക്കുന്നത് കോൺ റൊട്ടേഷൻ. സെയിം സൈഡിലാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? കോൺ റൊട്ടേഷൻ. ഇനി ഡിഫറൻറ്റ് സൈഡ്സിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് വിളിക്കും? നമ്മൾ ഡിസ് റൊട്ടേഷൻ എന്ന് വിളിക്കും. അപ്പോൾ നോക്കിക്കോളൂ, നമ്മൾ ബ്യൂട്ടാഡൈൻ്റെ കാര്യമാണ് ഇപ്പോൾ പഠിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. ബ്യൂട്ടാഡൈനിൽ എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്? 4 പൈ ഇലക്ട്രോൺസ് ആണല്ലോ ഉള്ളത്. അല്ലെങ്കിൽ ഇതെന്തിൻ്റെ എക്സാമ്പിളാണ്? 4n π ഇലക്ട്രോൺ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് എത്ര മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ട്? 4 മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ? ഇതാണ് Ψ1 Ψ2 Ψ3 Ψ4. നമ്മൾ തെർമൽ കണ്ടീഷൻസ്, അതായത് പൈ ഇലക്ട്രോൺസ് 4 കണ്ടീഷൻസ് എന്താണ്? തെർമൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യും? 4 പൈ ഇലക്ട്രോൺസ് അല്ലേ ഉള്ളത്? 4 പൈ ഇലക്ട്രോൺസ് റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഹോമോ എന്താണ് മക്കളെ? ഇതിൻ്റെ ഹോമോ എന്താണ്? Ψ2 അല്ലേ? ഹോമോ എന്താണ്? Ψ2. ഏത് കണ്ടീഷൻ?
തെർമൽ കണ്ടീഷനിൽ ഹോമോ എന്താണ്? സൈ2, റൈറ്റ്. സൈ2 ആണെങ്കിൽ ഏത് റൊട്ടേഷൻ വരണം സിഗ്മ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ? കോണല്ലേ? ഏത് റൊട്ടേഷനാണ്? കോൺ റൊട്ടേഷൻ അല്ലേ? കോൺ റൊട്ടേഷനാണ്, റൈറ്റ്. അതേപോലെ ഇനി ഇത് ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ, ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇറേഡിയേഷൻ നമ്മൾ കൊടുക്കും, ഒരു ലൈറ്റ് സോഴ്സ് കൊടുത്തിട്ട്, എന്നിട്ട് ഇയാളെ നമ്മൾ എന്ത് ചെയ്യും? എക്സൈറ്റ് ചെയ്യിച്ചിട്ട് Psi3 ഓർബിറ്റൽസിലേക്ക് കൊണ്ടുപോകും. Psi1, Psi2, Psi3, Psi4 അല്ലേ? അതായത് Psi1 വരും, ഇവിടെ Psi2 വരും, ഇവിടെ എന്ത് വരും? Psi3 വരും അല്ലേ? ഇതിൻ്റെ ഹോമോ, ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോ കെമിക്കലിൽ ഇതാണ്, ഫോട്ടോ കെമിക്കൽ കണ്ടീഷനിലാണ് ഹോമോ എന്താണ്? Psi3 ആണ് അല്ലേ? എന്തായിരിക്കും? Psi3 ആയിരിക്കും ഹോമോ, റൈറ്റ്. അപ്പോൾ Psi3 ആണെങ്കിൽ ഓഡ് നമ്പർ ആണെങ്കിൽ സിഗ്മ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ എന്ത് വരും മക്കളെ? ഡിസ് റൊട്ടേഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഡിസ് റൊട്ടേഷൻ എന്ന് പറയും, ഡിസ് റൊട്ടേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഷോർട്ട് ട്രിക്കിലേക്ക് ഞാനൊന്ന് വരാം. നോക്കൂ, 4n π സിസ്റ്റം തെർമൽ ആണെങ്കിൽ ഇതെന്ത് റൊട്ടേഷൻ ആയിരിക്കും? കോൺ. 4n π സിസ്റ്റം തെർമൽ ആണെങ്കിൽ ഇതെന്തായിരിക്കും? കോൺ. ഇനി നോക്കൂ, 4n π സിസ്റ്റം ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ എന്തായിരിക്കും? ഡിസ്. നോക്കിക്കോളൂ, 4n π സിസ്റ്റം ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ എന്ത് റൊട്ടേഷനാണ്? ഡിസ് റൊട്ടേഷൻ. കഴിഞ്ഞില്ലേ? ഇനി ഇതേപോലെ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, അങ്ങനെയാണെങ്കിൽ നമ്മുടെ 4n+2π ഇലക്ട്രോൺ സിസ്റ്റത്തിൽ എന്തായിരിക്കും? 4n π സിസ്റ്റത്തിലേക്ക് 4n+2π ഇലക്ട്രോൺ സിസ്റ്റം കൂടെ നമുക്ക് പെട്ടെന്നൊന്ന് വരച്ച് നോക്കാം. നോക്കിക്കോളൂ, 4n+2π ഇലക്ട്രോൺ സിസ്റ്റം. അതായത് നമുക്ക് ഇങ്ങനെ ഒന്ന് നോക്കാം. 6π ഇലക്ട്രോൺസ് ഉള്ള ഒരു സിസ്റ്റമാണെന്ന് വിചാരിക്കാം. 6π ഇലക്ട്രോൺ സിസ്റ്റം ഇതേപോലെ നോക്കിക്കോളൂ, 6π ഇലക്ട്രോൺ അല്ലേ? അങ്ങനെയാണെങ്കിൽ 6 അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ടാവും. അതേപോലെ എത്ര ഉണ്ടാവും? 6 മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവും. 1 2 3 4 5 ആൻഡ് ദെൻ 6. അപ്പോൾ Psi1, Psi2, Psi3, Psi4, Psi5, Psi6 ഇത്രയും മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവും. എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട് നമുക്ക്? 6 അല്ലേ? ഞാൻ ഇതിന് ഒന്ന് കോപ്പി ചെയ്യാണ്, കോപ്പി ചെയ്തിട്ട്, കാരണം നമുക്ക് ഫോട്ടോ കെമിക്കലും കൂടെ കാണിക്കണ്ടേ ഇതിൻ്റെ കൂടെ, അതുകൊണ്ട് കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു, ഇതേപോലെ ഞാനിവിടെ വെച്ചിരിക്കുന്നു. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇത് തെർമലാണ്, ഇതെന്താണ്? ഇയാളെന്താണ്? ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻസാണ്. അപ്പോൾ 6 ആണെങ്കിൽ നോക്കിക്കോളൂ, 2 4 6. ഇതിൻ്റെ ഹോമോ എന്താണ്? ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ എന്താണ്? Psi3 ആണ് അല്ലേ? തെർമലിൻ്റെ കണ്ടീഷൻസിൽ തെർമലാണ് നമ്മൾ പറയുന്നത്. ഹോമോ എന്താണ്? Psi3 ആണ്. Psi3 ഓടാണെങ്കിൽ നമ്മൾ പറഞ്ഞു Psi3 ആണെങ്കിൽ എന്ത് റൊട്ടേഷൻ ആയിരിക്കും? പറയും, ഡിസ് റൊട്ടേഷൻ ആയിരിക്കത്തില്ലേ? യെസ്, ഡിസ് ആയിരിക്കും. ഇനി ഇവിടെ ഇറേഡിയേഷൻ നടത്തിയാൽ ഇവിടുന്ന് ഒരാൾക്ക് എക്സൈറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? Psi4ലേക്ക് പോകത്തില്ലേ? Psi4ലേക്ക് പോയി. അതായത് ഹോമോ എന്തായി? ഇപ്പോൾ Psi4 ആണ്. ഏതിൽ? ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ. അതായത് Psi4 ആണെങ്കിൽ എന്തായിരിക്കും? കോൺ റൊട്ടേഷൻ ആയിരിക്കും. ഇത് തന്നെയാണോ നമ്മൾ ഷോർട്ട് ട്രിക്കായിട്ട് ഞാൻ പറഞ്ഞു തന്നത് എന്നുള്ളത് ഒന്ന് നോക്കാം നമുക്ക്. 4n+2π ഇലക്ട്രോൺ തെർമലിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ഡിസ് ആണ് പറഞ്ഞിരിക്കുന്നത്. 4n+2 തെർമലിൽ എന്താണ്? ഡിസ് ആണ്. 4n+2 hν ആണെങ്കിൽ കോണാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് കോൺ റൊട്ടേഷൻ ആണോ ഡിസ് റൊട്ടേഷൻ ആണോ എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് സിസ് ആണോ ട്രാൻസ് ആയിട്ടാണോ കോമ്പൗണ്ട് ഫോം ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതും കൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി അതായത് പൈ ഇലക്ട്രോൺ സിസ്റ്റവും അതേപോലെ കണ്ടീഷൻസും മനസ്സിലായാൽ കോൺ റൊട്ടേഷൻ ആണോ ഡിസ് റൊട്ടേഷൻ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ സ്റ്റീരിയോ കെമിസ്ട്രി ഇപ്പോഴും ആയിട്ടില്ല. സ്റ്റീരിയോ കെമിസ്ട്രി ഡിറ്റർമൈൻ ചെയ്യുന്നത് കോൺഫിഗറേഷൻ ഓഫ് റിയാക്റ്റൻസ് അല്ലേ? സ്റ്റീരിയോ കെമിസ്ട്രി ഞാനിവിടെ കാണിച്ചു തരാം. ഈ ഒരു പോയിന്റ് കൂടെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. കോൺഫിഗറേഷൻ ഓഫ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. യെസ്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. കോൺഫിഗറേഷൻ ഓഫ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, കാര്യമായിട്ടൊന്നുമില്ല. കോൺഫിഗറേഷൻ ഓഫ് റിയാക്റ്റൻസ് കോൺഫിഗറേഷൻ ഓഫ് റിയാക്റ്റൻസ് ആണ് അടുത്തത് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് 2-3 പ്രോബ്ലമൊക്കെ ചെയ്തിട്ട് നമുക്ക് കൃത്യമായി മനസ്സിലാക്കി പോവാം. ഓക്കെ, അതായത് കോൺഫിഗറേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് വിൽ ഡിറ്റർമൈൻ
configuration of reactants will determine the stereochemistry of the product. ഇതിനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞിട്ട് ആദ്യം തന്നെ അങ്ങ് പറയാം. നമ്മളൊരു STD കോൾ വിളിക്കുകയാണ് അല്ലേ, പണ്ട് നമ്മൾ വിളിക്കുകയായിരുന്നു STD കോൾ, ISD കോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ നമ്മളൊരു STD കോള് ചെയ്യുകയാണെന്ന് നമുക്ക് വിചാരിക്കാം. ഇതാ നോക്കിക്കോളൂ, ഇത്രയാണ് മക്കളെ. കോൺഫിഗറേഷൻ സെയിം ആണെങ്കിൽ, കോൺഫിഗറേഷൻ സെയിം ആണെങ്കിൽ പിന്നെന്താണ്, ടി അല്ലേ, ഇവരെന്തായിരിക്കും, ട്രാൻസ് ആയിരിക്കും. അപ്പോൾ ഇതെന്തായിരിക്കും, ഡിസ് ആയിരിക്കും. ഇതാണ് ഡിസ് ആയിരിക്കും. ഇനി അതേപോലെ നമുക്കിവിടെ എഴുതാം, കോണാണെങ്കിൽ എന്തായിരിക്കും, സിസ് ആയിരിക്കും. ഇനി കോൺഫിഗറേഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇതെന്തായിരിക്കും, സിസ് ആയിരിക്കും. ഇതെന്തായിരിക്കും, ട്രാൻസ് ആയിരിക്കും എന്നുള്ളത് ഒന്ന് ആലോചിച്ച് വെക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. ഇത്രയും കാര്യം അറിഞ്ഞല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷോർട്ട് ട്രിക്ക് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തിയറിയിലേക്ക് ജസ്റ്റ് ഒന്ന് വരിക. ഞാനൊരു പ്രോബ്ലം ഇട്ടിട്ട് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കാണിച്ചത്. ഇങ്ങനെ ഒരു കാര്യമാണെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇതിപ്പോൾ എത്ര സിസ്റ്റമാണ്, 4n/π സിസ്റ്റമാണ് അല്ലേ. ഇവിടെ ഒരു CH3 ഉണ്ട് എന്ന് വിചാരിക്കുക. ഇവിടെ എന്താണ്, ഒരു CH3. അതേപോലെ ഇവിടെയും CH3. ഈ കോൺഫിഗറേഷൻ ഓഫ് റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സെയിം സൈഡാണോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണോ? നോക്കൂ, ഈ സൈഡിലേക്കല്ലേ CH3 വരുന്നത്, അതേപോലെ ഈ സൈഡിലേക്കല്ലേ CH3 വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോൺഫിഗറേഷൻ പറയാം, ഇവരുടെ എന്താണ്, സെയിം ആണ് എന്ന് പറഞ്ഞൂടെ, നമുക്ക് സെയിം ആണെന്ന് പറഞ്ഞൂടെ. ഇനി ഓപ്പോസിറ്റ് എങ്ങനെയായിരിക്കും ഉണ്ടാകുക, ഇങ്ങനെയാണെങ്കിലോ, കോൺഫിഗറേഷനും കൂടെ ഞാനൊന്ന് ഡിസ്കസ് ചെയ്ത് അങ്ങ് പോവാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിലാക്കും. ഈ CH3 ഇങ്ങോട്ട്, ഈ CH3 ഇങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ കോൺഫിഗറേഷൻ എന്താണ് മക്കളെ, സെയിം തന്നെയല്ലേ. കോൺഫിഗറേഷൻ എന്ത് തന്നെയാണ്, സെയിം ആണ്. ഇനി കോൺഫിഗറേഷൻ എങ്ങനെയാണ് ഓപ്പോസിറ്റ് ആവുക, അതും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരാൾ ഇങ്ങോട്ടാണെന്ന് വിചാരിച്ചോളൂ, CH3, ഒരാൾ ഇങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും, കോൺഫിഗറേഷൻ എന്താണ്, ഓപ്പോസിറ്റ് അല്ലേ. കോൺഫിഗറേഷൻ എന്താണ്, ഓപ്പോസിറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. സോ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി എങ്ങനെയാണ് ഫോം ചെയ്യുന്നുള്ളത്. നോക്കിക്കോളൂ. അത് നമുക്ക് ഇങ്ങനെ CH3 സെയിം സൈഡ് തന്നെ നമുക്ക് നോക്കാം. ആദ്യം CH3 കോൺഫിഗറേഷൻ സെയിം സൈഡ്. ഇത് നമ്മൾ ലെറ്റ്സ് സേ നമ്മൾ തെർമൽ കണ്ടീഷൻസിലാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. തെർമൽ കണ്ടീഷനിലാകുമ്പോൾ നോക്കിക്കോളൂ, ആദ്യം ഇങ്ങനെ ഉണ്ടാവും, ഇയാൾ പോയിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യും, ഇയാൾ ഇങ്ങോട്ട് വരും, റൈറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് പെട്ടെന്ന് വരച്ചുണ്ടാക്കാം അല്ലേ. ഇവിടെ ഇങ്ങനെ ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസ് ആയിരിക്കും അല്ലേ, ഇലക്ട്രോസൈക്ലിക് അല്ലേ, 2 പൈ ബോണ്ട് 1 പൈ ബോണ്ട്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോസൈക്ലിക് റിംഗ് ക്ലോഷർ റിയാക്ഷനാണ് പറയുന്നത്. ഇനി ഇവിടെയുള്ള CH3യുടെ സ്റ്റീരിയോ കെമിസ്ട്രിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 4n/π സിസ്റ്റം അല്ലേ, അതെ 4n/π തെർമൽ കണ്ടീഷൻ അല്ലേ, തെർമൽ കണ്ടീഷനാണ്. അപ്പോൾ ഇതെന്തായിരിക്കും, കോൺ റൊട്ടേഷൻ. അപ്പോൾ നമുക്ക് എഴുതാം എന്ത്, കോൺ റൊട്ടേഷൻ അല്ലേ, കോൺ റൊട്ടേഷൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഇത് കോൺഫിഗറേഷൻ എന്താണ്, കോൺഫിഗറേഷൻ എന്താണ്, സെയിം ആണ്. സെയിമിൽ കോണാണെങ്കിൽ നോക്കിക്കോളൂ, സെയിം കോൺ റൊട്ടേഷൻ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മക്കളെ, സിസ് ആയിരിക്കും. പ്രൊഡക്റ്റ് എന്തായിരിക്കും, സിസ് ആയിരിക്കും. യെസ്, സെയിം കോൺ സിസ് അല്ലേ. സിസ് ആണെങ്കിൽ നമുക്കിങ്ങനെ എഴുതി കൂടെ, CH3 ഇവിടെ വരും, അതേപോലെ എന്ത് വരും, CH3 ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതി കൂടെ, ഇത് വെഡ്ജ് ഡാഷ് ഇതാണ്, ഇത് ടുവേർഡ്സ് ദി ഒബ്സർവർ ആണ് അല്ലേ, ടുവേർഡ്സ് ദി ഒബ്സർവർ ആണ്. അതേപോലെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, നമുക്ക് CH3 എന്ന് പറഞ്ഞിട്ട് അല്ലേ, രണ്ടും സിസ് ടൈപ്പ് ഓഫ് ജിയോമെട്രി തന്നെ അല്ലേ. ഇനി ഇതേ കാര്യം ഞാൻ പറയുകയാണ്, ഇതേ കാര്യം ഫോട്ടോ കെമിക്കൽ കണ്ടീഷനിലാണ് നടക്കുന്നതെങ്കിൽ പറയും, നമ്മുടെ കാര്യം നമ്മുടെ ഷോർട്ട് കട്ടിലേക്ക് ഞാനൊന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാം. 4n/π എന്താണ്, ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ എന്തായിരിക്കും, എന്താണ്, എന്ത് റൊട്ടേഷനാണ്, ഡിസ് റൊട്ടേഷൻ അല്ലേ. അതെ, ഡിസ് റൊട്ടേഷൻ സെയിം സൈഡ് എന്തായിരിക്കും, STD എന്നല്ലേ നമ്മൾ പഠിച്ചത്, STD കോൾ ചെയ്യുന്നത് അല്ലേ. സെയിം ആണ്, ട്രാൻസ് ആയിരിക്കും, ഡിസ് റൊട്ടേഷൻ. അപ്പോൾ ഇതെന്തായാലും ട്രാൻസ് ആണ് അല്ലേ. ട്രാൻസ് ആണെങ്കിൽ എങ്ങനെ വരും, ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക്.
ഓക്കെ, ഇതാ ഒരു CH3 ഇങ്ങനെയാണെങ്കിൽ ഒരു CH3 എന്തായിരിക്കും, ഇതാ ഒരു CH3 ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റീരിയോ കെമിസ്ട്രി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ? ആകെ 2 ഷോർട്ട് ട്രിക്കേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കാരണം നിങ്ങളെ കോൺസെപ്റ്റ് വൈസും ക്ലിയർ ആക്കേണ്ടത് എൻ്റെ ഒരു കാര്യമാണ് അല്ലേ? യെസ്. ഇനി ഒരു ചോദ്യം കൂടെ, നമ്മളിപ്പോൾ സെയിം സൈഡല്ലേ കണ്ടത്, അടുത്തത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇതാ ഓപ്പോസിറ്റ് സൈഡ്, ഇതാ ഇങ്ങനെ വന്നു, ഇങ്ങനെ ഇങ്ങനെ, റൈറ്റ്? അപ്പോൾ ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. നമ്മൾ 4n π സിസ്റ്റമാണ് ഇവിടെ എത്ര എടുക്കാം, നമുക്ക് 6π സിസ്റ്റം എടുക്കാം. 4n + 2π ഇലക്ട്രോൺ സിസ്റ്റം, 4n+, അതായത് 6π ഇലക്ട്രോൺസ് ആണ് നമുക്കുള്ളത്, റൈറ്റ്? അപ്പോൾ നമുക്ക് എങ്ങനെ വരും, ഇതാ ആദ്യം നമുക്ക് റിയാക്ഷൻസ് അങ്ങ് എഴുതാം. ഇങ്ങനെ വന്ന് ഇവിടെ വരും, ഇത് ഇയാൾ ഇങ്ങോട്ട് വരും, ഇയാൾ ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കാര്യം എഴുതി വെക്കാം. ഇങ്ങനെ വന്നു. ഇനി ഇവിടെയല്ലേ നമ്മുടെ സ്റ്റീരിയോ കെമിസ്ട്രി കണ്ടുപിടിക്കേണ്ടത്? ഇതാ 4n + 2 ആണല്ലേ, 4n+ തെർമൽ കണ്ടീഷൻ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 4n + 2 തെർമൽ. 4n + 2 തെർമലിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. 4n + 2 തെർമൽ, 4n + 2 തെർമൽ എന്ത് റൊട്ടേഷനാണ്? ഡിസ് റൊട്ടേഷനാണ്. മനസ്സിലായില്ലേ? എന്താണ്? ഡിസ് റൊട്ടേഷനാണ്. ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണിച്ചു തരാണ്, ഡിസ് റൊട്ടേഷൻ. ഇനി ഡിസ് റൊട്ടേഷൻ ഓപ്പോസിറ്റ് എന്തായിരുന്നു? ഇതാ ഡിസ് റൊട്ടേഷൻ ഓപ്പോസിറ്റിൽ ഡിസ് ആണെങ്കിൽ ഇവരെന്തായിരിക്കും? സിസ് കോൺഫിഗറേഷൻ ആയിരിക്കത്തില്ലേ? സിസ് കോൺഫിഗറേഷൻ ആയിരിക്കും. ഓപ്പോസിറ്റ് ഡിസ് ആണെങ്കിൽ ഇവരുടെ കോൺഫിഗറേഷൻ എന്തായിരിക്കും? സിസ് ആയിരിക്കും. അപ്പോൾ സിസ് ആണെങ്കിൽ എന്തായിരിക്കും? ഇതാ സിസ് ജോമെട്രി ആയിട്ട് നമുക്ക് ഇതിനെ വരയ്ക്കാം. ഇനി ഇതേപോലെയാണെങ്കിൽ HNU ആണെങ്കിൽ എന്തായിരിക്കും? കോൺ റൊട്ടേഷൻ ആയിരിക്കും. അപ്പോൾ ഇവരെന്തായിരിക്കും? ട്രാൻസ് ആയിരിക്കും. എളുപ്പമല്ലേ? HNU ആണെങ്കിൽ എന്തായിരിക്കും? ട്രാൻസ് റൊട്ടേഷൻ ആയിരിക്കും. CH3 ആയിരിക്കും. ഇതെന്തായിരിക്കും? ട്രാൻസ് ജോമെട്രി ആയിരിക്കും. സ്റ്റീരിയോ കെമിസ്ട്രി എന്തായിരിക്കും? ട്രാൻസ് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസിൽ ഇവരുടെ ജോമെട്രി കണ്ടുപിടിക്കുന്നത് എളുപ്പമല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചു. അടുത്തൊരു കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്, അടുത്ത സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇതേപോലെ ഡൈസാൾട്ടർ റിയാക്ഷൻസിൽ നമുക്ക് ഇവരുടെ ജോമെട്രി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, താങ്ക് യു.